ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് ഞാൻ 2 ടൈപ്പ് ഓഫ് ഐസ്ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പാട്ട് സ്കിപ്പ് ചെയ്യുക കേട്ടോ. 1 ലിറ്റർ പാലിൽ ആ ജ്യൂസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് തിളപ്പിക്കുക. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 2 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ല കളറ് കണ്ടോ. അതിലേക്ക് ഞാൻ 2 സ്പൂൺ സേമിയ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുറുകി വരും. അതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഏലക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. 1 സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായ ശേഷം ഒന്ന് തണുപ്പിക്കാൻ വെക്കുക കേട്ടോ. ഞാനിവിടെ മിക്സിയിൽ 3 സ്പൂണ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു ബൗളിൽ 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. അങ്ങനെയും ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണം. ഇപ്പോൾ പാല് നമ്മൾ സേമിയൊക്കെ ആഡ് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് അടിച്ച ക്രീം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. നിങ്ങൾക്ക് ക്രീം കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. 3 സ്പൂണിന് വരെ 5 സ്പൂൺ ആഡ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം അതിനെ നമുക്ക് വീട്ടിൽ ഏത് അവൈലബിൾ ആയിട്ടുള്ള പാത്രങ്ങളോ ഗ്ലാസ്സോ എന്താ വെച്ചാൽ അതിലൊഴിച്ചിട്ട് നടുവിലൊരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. എനിക്കിന്നിപ്പോൾ സ്റ്റിക്കും കിട്ടിയില്ല. 1 സ്പൂണിനെ അതിനെ ഒന്ന് കുത്തി നിർത്തി വെച്ചു. എന്നിട്ട് ഒരു ഇല ചീന്തെടുത്തിട്ട് ഇല കൊണ്ട് അതിനെ ഒന്ന് കവർ ചെയ്ത് വെച്ചു. ഫോയിൽ വയ്ക്കണതിന് പകരം ഇല വെച്ചു. അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത ശേഷം എല്ലാം ഇല കൊണ്ടൊന്ന് കവർ ചെയ്ത ശേഷം ഫ്രീസറിൽ വയ്ക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത ദിവസം എടുക്കുക. ഞാനിതപ്പോൾ അടുത്ത ദിവസം എടുത്ത് നോക്കാൻ പോവാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇത് തുറക്കുകയാണ്. അടുത്ത ദിവസം തുറന്ന് നോക്കുന്നുണ്ട്. ഇലയൊക്കെ എടുത്ത് ഐസ്ക്രീമൊക്കെ ശരിക്കും സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. നോക്കിക്കഴിയുമ്പോൾ ഇതാ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല കളറും കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിനെ 1 സെക്കൻഡ് പുറത്ത് വെച്ച ശേഷം നമ്മളൊരു കത്തി കൊണ്ട് ജസ്റ്റ് അതിൻ്റെ അരികൊന്ന് ചുറ്റിക്കറക്കിയാൽ നമുക്കത് എടുക്കാൻ കിട്ടും കേട്ടോ. ഇവിടെ അടിപൊളി സ്റ്റിക്ക് ഐസ്ക്രീം തയ്യാറാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഐസ്ക്രീം നോക്കാം. ഇത് നമ്മൾ കോഫി ഐസ്ക്രീമിനായി 1/2 ലിറ്റർ പാല് തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 3 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തുകൊണ്ട് അതിൽ മധുരം ഉണ്ടാവും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഷുഗറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതന്നെ മതിയാവും. അതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏത് എസൻസ് ഉണ്ടോ അത് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാപ്പിപ്പൊടി വന്നിട്ട് ഫ്ലേവർ കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 4 സ്പൂണൊക്കെ ആവാനോ പ്രോബ്ലം. പിന്നെ ഞാൻ അതിലേക്ക് 1 സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ക്രീമും തന്നെ നമ്മുടെ സൗകര്യത്തിന് ഒരു 2-3 സ്പൂണൊക്കെ ഇടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കളർ തന്നെ മാറി കണ്ടോ. നല്ല വാസനയുണ്ടാവും കേട്ടോ. അതായ ശേഷം നല്ലോണം ഒന്ന് കുറുകി വന്ന ശേഷം അതൊന്ന് തണുക്കട്ടെ. തണുത്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ള കണ്ടെയ്നറിൽ ആക്കി വെക്കുക കേട്ടോ. ആക്കി വെച്ച് അതിനെ ഒന്ന് നല്ലോണം ടൈറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കുക. അതേപോലെ ഇതിൽ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യുക. പിന്നെ ഷുഗറിനെയും കൂടുതൽ വേണ്ടവർക്ക് ഇപ്പോൾ ഡേറ്റ്സോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. നട്ട്സൊക്കെ ഇട്ടാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഞാനിത് പ്ലെയിൻ കോഫി ഫ്ലേവർ വേണം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണം.
നെക്സ്റ്റ് ഡേ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ ഇതങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ഞാൻ നിങ്ങളോട് ഫ്രൂട്ട് സലാഡിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതിൽ ടോപ്പിങ്ങിൽ ഒരു കോഫി ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റാണ് എന്നുള്ളത്. ഓക്കെ, സോ ആ ഐസ്ക്രീമാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചത് കേട്ടോ. കുറച്ച് വൈകിപ്പോയി, എന്നാലും ക്ഷമിക്കുക. ഈ ഐസ്ക്രീം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ട് റിപ്പീറ്റ് ചെയ്തത് കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്യൂ. ഹാപ്പി കുക്കിംഗ്.